ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണിത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൻ്റെ കോൺസെപ്റ്റ്സ് നല്ലവണ്ണം മനസ്സിലാക്കുവാനും പഠിച്ചത് വീണ്ടും വീണ്ടും മനസ്സിൽ പതിയാനും ഈ ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഓരോ ചോദ്യവും വായിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 സെക്കൻഡ് ഗ്യാപ്പ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടാകും. അതിനുശേഷം ശരിയായിട്ടുള്ള ആൻസർ സ്ക്രീനിൽ താനെ തെളിയുന്നതായിരിക്കും. നമുക്ക് ഈ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഓൺ കമ്മോഡിറ്റി കോൺട്രാക്ട്സ് ആർ റെഗുലേറ്റഡ് ബൈ ഹൂ? ആരാണ് ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ അണ്ടർലൈങ് ആസറ്റ്സ് ആയിട്ട് കമ്മോഡിറ്റി കോൺട്രാക്ട്സ് ആണ് വരുന്നതെങ്കിൽ, അല്ലെ കമ്മോഡിറ്റീസ് ആണ് അണ്ടർലൈങ് ആസറ്റ്സ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ആര്? ശരിയായിട്ടുള്ള ഉത്തരം ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ FMC ആണ്. അടുത്ത ചോദ്യം, ക്യാഷ് ഫ്ലോസ് ഓഫ് ആൻ annuity ഫോർ ആൻ ഇൻഡെഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ് പീരിയഡ് ഈസ് നോൺ ആസ് എന്താണ്? അനിശ്ചിതമായ ഒരു കാലത്തേക്കുള്ള അന്വിറ്റിക്ക് പറയുന്ന പേര്. ശരിയായിട്ടുള്ള ഉത്തരം പെർപെച്വിറ്റി അഥവാ കൺസോൾസ് എന്നാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടാണ് ഈ കൺസോൾസ് എന്ന ടേം അധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കൺസോളിഡേറ്റഡ് അന്വിറ്റീസിൻ്റെ ആ കൺസോളിഡേറ്റിൻ്റെ ആദ്യത്തെ 6 ലെറ്റേഴ്സാണ് കൺസോൾ അല്ലെങ്കിൽ കൺസോൾസിന് പ്രേരകമായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, FV = PV × 1 + I / N the whole raised to NT. ഈ ഇക്വേഷൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ശരിയായിട്ടുള്ള ഉത്തരം ജനറലൈസ്ഡ് ഫോർമുല ഫോർ കോമ്പൗണ്ടിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, പ്രൈവറ്റ് അഗ്രിമെൻറ്റ്സ് ഓൺ ഡെറിവേറ്റീവ്സ് ബിറ്റ്വീൻ 2 parties to exchange cash flows in future based on a pre-arranged formula. ശരിയായിട്ടുള്ള ഉത്തരം സ്വാപ്സ് ആണ്. അടുത്ത ചോദ്യം, which among these are not economic benefits of derivatives? ശരിയായിട്ടുള്ള ഉത്തരം ഡസൻറ്റ് ഇൻഫ്ലുവൻസ് ഫ്യൂച്ചർ പ്രൈസ് ഡിസിഷൻസ് ആണ്. അത് ശരിക്കും ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് ആണ്. ഫ്യൂച്ചർ പ്രൈസിനെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഡസ് നോട്ട് ബെനിഫിറ്റ് എന്നുള്ളത് ചോദിച്ചത് കൊണ്ട് 4ാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, P = PMT open bracket within brackets again 1 + R the whole raised to N -1 bracket closed divided by R. This formula stands for what? ശരിയായിട്ടുള്ള ഉത്തരം ഫ്യൂച്ചർ വാല്യൂ ഓഫ് അന്വിറ്റി ആണ്. അടുത്ത ചോദ്യം, the main objective of investing in derivatives is for what? ഡെറിവേറ്റീവ്സിൽ നിക്ഷേപിക്കുന്നതിനുള്ള, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം. ശരിയായിട്ടുള്ള ഉത്തരം ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ റിസ്ക്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസിനെ കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റീവ്സ്. അടുത്ത ചോദ്യം, which among these are functions of derivative markets? ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടാവാം. ശരിയായിട്ടുള്ള ഉത്തരം 1ഉം 3യുമാണ്. റിസ്ക് ട്രാൻസ്ഫർ ആൻഡ് ഇറ്റ് ഓൾസോ എൻകറേജസ് ഓൺട്രപ്രനോർഷിപ്പ്. അടുത്ത ചോദ്യം, a customized contract between 2 parties where settlement takes place on a future date. ശരിയായിട്ടുള്ള ഉത്തരം ഫോർവേഡ് കോൺട്രാക്ട് അഥവാ ഫോർവേഡ് ഡെറിവേറ്റീവ്.
അടുത്ത ചോദ്യം, the concept that states that money you have in hand now is more valuable than the same amount in future. നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള 100 രൂപയ്ക്ക് നാളെയോ മറ്റന്നാളോ അടുത്ത മാസമോ അടുത്ത വർഷമോ ഇരിക്കുന്ന 100 രൂപയേക്കാൾ മൂല്യമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി. ശരിയായിട്ടുള്ള ഉത്തരം ടൈം വാല്യൂ ഓഫ് മണിയാണ്. അടുത്ത ചോദ്യം, ഓപ്ഷൻസ് ടു ബൈ ഓർ സെൽ എ സ്വാപ്പ് that will become active at the expiry of options. ശരിയായിട്ടുള്ള ഉത്തരം സ്വാപ്ഷൻസ് ആണ്. സ്വാപ്പിൻ്റെയും ഓപ്ഷൻസിൻ്റെയും ഒരു ഹൈബ്രിഡ് രൂപമാണ് സ്വാപ്ഷൻസ്. അടുത്ത ചോദ്യം, financial instruments whose value is derived from its underlying asset. ശരിയായിട്ടുള്ള ഉത്തരം ഡെറിവേറ്റീവ് ആണ്. അടുത്ത ചോദ്യം, assets that have an intrinsic worth or value due to their substance or the nature and properties like metals, commodities, real estate and land. ശരിയായിട്ടുള്ള ഉത്തരം റിയൽ ആസറ്റ്സ്. ഇതിനെ ടാഞ്ചിബിൾ അസറ്റ്സ് എന്നും ഫിസിക്കൽ ആസറ്റ്സ് എന്നും വിളിക്കും. അടുത്ത ചോദ്യം, ദ നേച്ചർ ഓഫ് റിസ്ക് ദാറ്റ് എക്സിസ്റ്റ്സ് ഇൻ നോൺ എക്സ്ചേഞ്ച് ട്രേഡഡ് OTC കോൺട്രാക്ട്സ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സിനെ ആണ് ഇവിടെ സൂചിപ്പിക്കുക. ശരിയായിട്ടുള്ള ഉത്തരം കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. അടുത്ത ചോദ്യം, those who take short and long positions in the same or different contracts at the same time to make risk-less profits. ശരിയായിട്ടുള്ള ഉത്തരം ആർബിട്രാജേഴ്സ് ആണ്. ആർബിട്രാജ് എന്ന കോൺസെപ്റ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആർബിട്രാജേഴ്സ് എന്ന് പറയുന്നത് വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളാകാം. ആ കോൺസെപ്റ്റ് ആർബിട്രാജ് എന്ന കോൺസെപ്റ്റിൽ നിന്ന് റിസ്ക് ലെസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ആർബിട്രാജേഴ്സ്. അടുത്ത ചോദ്യം, type of investors who implement a trading strategy to benefit from an upward movement in the underlying security using options. ശരിയായിട്ടുള്ള ഉത്തരം സ്പെക്യുലേറ്റേഴ്സ് ആണ്. അടുത്ത ചോദ്യം, പ്രൈവറ്റ് കോൺട്രാക്ട്സ് ബിറ്റ്വീൻ കൗണ്ടർ പാർട്ടീസ് വിച്ച് ആർ നെഗോഷിയേറ്റഡ് വിത്തൗട്ട് ദ നെസസിറ്റി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ കോൾഡ് വാട്ട്? The answer is OTC contracts അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട്സ് എന്നും പറയുന്നു. അടുത്ത ചോദ്യം, investors who assume an opposite position in the derivative market and transfer risk to others who are willing to take it. ശരിയായിട്ടുള്ള ഉത്തരം ഹെഡ്ജേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ഓപ്ഷൻസ് വിത്ത് മച്യൂരിറ്റി അപ് ടു 3 years. 3 വർഷത്തോളം കാലാവധിയുള്ള ഓപ്ഷൻസിനെ പറയുന്ന പേരെന്താണ്? ശരിയായിട്ടുള്ള ഉത്തരം ലീപ്സ് ആണ്. L for long term, E for equity, AP for anticipation and S for securities. Long term equity anticipation securities. അടുത്ത ചോദ്യം, the regulatory framework in derivative market is based on reports submitted by 2 teams or 2 committees. Name the committees. ആരുടെയൊക്കെ പഠനങ്ങളെ റിസർച്ചിനെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോഴത്തെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഡോക്ടർ LC ഗുപ്ത കമ്മിറ്റിയും പ്രൊഫസർ JR വർമ്മ ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടുമാണ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ടീംസാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് കോൺട്രാക്ട്സ് ആർ റെഗുലേറ്റഡ് ബൈ ഹൂ? ഇവിടെ ഒരു റെഗുലേറ്ററിനെ പറ്റിയാണ് പറയുന്നത്. ഡെറിവേറ്റീവ് കോൺട്രാക്ട് നമുക്കറിയാം,
അണ്ടർലൈങ് ആസറ്റ് എന്ത് വേണേലും ആകാം. അപ്പോൾ ഇവിടെ അണ്ടർലൈങ് ആസറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ആര്? ശരിയായിട്ടുള്ള ഉത്തരം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ദ ടെക്നിക് യൂസ് ടു കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ശരിയായിട്ടുള്ള ഉത്തരം ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് along with its principal amount for calculation of future interest. ശരിയായിട്ടുള്ള ഉത്തരം കോമ്പൗണ്ടിങ് ടെക്നിക്കാണ്. അടുത്തതൊരു ഫോർമുലയാണ്. FV is equal to PV multiplied by small e സൂപ്പർസ്ക്രിപ്റ്റ് RT അല്ലെങ്കിൽ റേസ് ടു RT. ഈ ഫോർമുല എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? And the answer is continuous compounding. അടുത്ത ചോദ്യം, equated amount of cash flows received as future payments is called what? The answer is annuity. The next question, the international body that brings together the world's securities regulators and recognized as the global standard setter for the securities sector. ശരിയായിട്ടുള്ള ഉത്തരം IOSCO ആണ്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷൻസ് ആണ്. അവസാനത്തെ CO എന്നുള്ളത് കമ്മീഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷൻസ് ആണ് IOSCO എന്നതിൻ്റെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, if the cost of borrowing funds to buy the security is less than the arbitrage profit possible, it makes sense to arbitrage. This term is called as what? And the answer is cash and carry arbitrage. The next question, the minimum amount required to be deposited with the broker or exchange to participate in the derivative market. And the answer is margin അല്ലെങ്കിൽ മാർജിൻ ഡെപ്പോസിറ്റ്. മാർജിൻ മണി എന്ന് പറയുന്നു. ഇത് കുറയുമ്പോഴാണ് എക്സ്ചേഞ്ചിൽ നിന്ന് മാർജിൻ കോൾ വരുന്നത്. അടുത്ത ചോദ്യം ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? PV is equal to P subscript 1 divided by 1 plus R plus P subscript 2 divided by 1 plus R the whole raised to 2 plus the nth term P subscript n divided by 1 plus R the whole raised to n. And the answer is present value of a series of cash flows. Next question, derivative trading in India on equity contracts are regulated by who? നമ്മൾ ഇതിനു മുമ്പ് 2 റെഗുലേറ്റേഴ്സിനെ പറ്റിയുള്ള ചോദ്യമുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ ചോദ്യമാണ്. എക്വിറ്റി കോൺട്രാക്ട്സ് അണ്ടർലൈങ് ആസറ്റായിട്ട് വരുമ്പോൾ ആരാണ് ആ ട്രേഡ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനെ നിയന്ത്രിക്കുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് ഒരു ഫോർമുലയാണ്. PV is equal to FV the whole divided by 1 plus R the whole raised to T. ഇത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്? And the answer is present value of a single cash flow. അത്രയുമാണ് നമ്മൾക്ക് ഇന്നത്തെ ദിവസം പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ